ഗൈസ്, വെൽക്കം ടു ഹെക്സോറ ക്യാപിറ്റൽ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം, ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം, അതെങ്ങനെയൊക്കെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അതിൽ ഓരോ പെയർ നോക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഓരോ ടൂൾസിൻ്റെയും ഉപയോഗങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു ട്രേഡിംഗ് വ്യൂ ട്യൂട്ടോറിയലാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് വരാം. സോ നമുക്ക് ഫസ്റ്റ് ട്രേഡിംഗ് വ്യൂ എന്നുള്ള വെബ്സൈറ്റിലേക്ക് കിട്ടുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ നിന്ന് എടുക്കുക. ഓക്കെ, ഗൂഗിൾ എടുത്തതിന് ശേഷം അതിൽ ജസ്റ്റ് ട്രേഡിംഗ് വ്യൂ എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ട്രേഡിംഗ് വ്യൂ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റത്തെ ഈ ഒരു വെബ്സൈറ്റ് ട്രേഡിംഗ് വ്യൂ ട്രാക്ക് ഓൾ മാർക്സ് ഇന്ത്യ, ഇത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ട്രേഡിംഗ് വ്യൂവിൻ്റെ വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ സൈൻ ഇൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ, യാഹൂ അല്ലെങ്കിൽ ആപ്പിൾ, ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ ഗൂഗിൾ ജിമെയിൽ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഏതാണോ ചൂസ് ചെയ്യണത് അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ ജസ്റ്റ് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുക്കുക. നമ്മളെ യൂസർ നെയിം നമുക്ക് എന്താണോ പേര് വരേണ്ടത് അത് നമുക്കവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വാട്ടെവർ നിങ്ങൾക്ക് നിങ്ങളുടെ പേരെന്താണോ അതോടെ കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പോളിസി ചെക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു യൂസർ നെയിം ടേക്കൺ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി കാണിക്കും. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഈ ഒരു യൂസർ നെയിം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു യൂസർ നെയിമിൽ നമുക്കിവിടെ ഈ ഒരു വെബ്സൈറ്റ് ഓണായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വന്നിട്ടുണ്ടാവുക. ഇവിടെ മാർക്കറ്റ് സമ്മറി എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ, ഇവിടെ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇവിടെ അവരുടെ ഒരു ടാഗ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചാർട്ടിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിംപ്ലി ഈ പ്രൊഡക്റ്റ് എന്നുള്ള ഇവിടെ ജസ്റ്റ് മൗസ് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ കിട്ടും, സൂപ്പർ ചാർട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ സൈറ്റിൽ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സൂപ്പർ ചാർട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സിംപ്ലി നമ്മുടെ ചാർട്ടിൻ്റെ സെക്ഷനിലേക്ക് വിൻഡോ മാറി കിട്ടും. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് വ്യൂ എടുക്കുക, സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു പ്രൊഡക്ട്സിൽ പോയിട്ട് സൂപ്പർ ചാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ചാർട്ടിൻ്റെ ഇൻ്റർഫേസ്. നമ്മുടെ അനാലിസിസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഇൻ്റർഫേസിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്ന് കിടക്കുന്നത് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ആപ്പിൾ എന്നുള്ള കമ്പനിയുടെ ചാർട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്, ഇവിടെ ഏത് ചാർട്ടാണോ ഇവിടെ ഓണായി കിടക്കുന്നത് ആ ചാർട്ടിൻ്റെ പേരായിരിക്കും ഇവിടെ സിമ്പിളി ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ആപ്പിളിൻ്റെ ചാർട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചാർട്ടിൻ്റെ ഈ ഒരു വെബ്സൈറ്റിലെ മൊത്തം ഭാഗങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഇനീഷ്യലി ഏറ്റവും ഫസ്റ്റ് ഇവിടെ ഒരു എച്ച് എന്ന് പറയേണ്ട ഒരു ഐക്കൺ കാണാം. സിമ്പിളി നിങ്ങൾ ഏത് ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണോ ഇവിടെ രജിസ്റ്റർ ചെയ്തത് അല്ലെങ്കിൽ ഏത് യൂസർ നെയിം വെച്ചിട്ടാണോ രജിസ്റ്റർ ചെയ്തത് ആ യൂസർ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈല്, ഓക്കെ, ഹോം ബട്ടണ്, ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ തീം മാറ്റണമെങ്കിൽ ഡാർക്ക് തീം ആക്കാൻ ഡാർക്ക് തീം ആക്കാം. ഓക്കെ, ഡ്രോയിങ്സ് പാനൽ അത് കാണണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ വരുന്ന ടൂൾ ബോക്സ് പോയി കിട്ടും. ഓക്കെ, ലാംഗ്വേജ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി തൊട്ടടുത്തായിട്ട് നമുക്കിവിടെ കാണാം AAPL. ഓക്കെ, അതിൽ മൗസ് വെക്കുമ്പോൾ സിമ്പിൾ സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് ആപ്പിളിൻ്റെ ചാർട്ടല്ല, ഇനിയിപ്പോൾ വേറൊരു ചാർട്ടാണ് വേണ്ടത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ മാർക്കറ്റിലെ നിഫ്റ്റിയുടെ ചാർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സിമ്പിൾ സെർച്ച് എന്നുള്ളൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിഫ്റ്റിയുടെ ചാർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ നിഫ്റ്റി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി.
ഓക്കെ, അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സിമ്പിളി ഇന്ത്യൻ മാർക്കറ്റിലെ നിഫ്റ്റിയുടെ ചാർട്ട് ഇവിടെ അവൈലബിൾ ആയി. നമ്മൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫോറക്സിലെ യൂറോ യു എസ് ഡി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂറോ യു എസ് ഡി എന്നുള്ള ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. EUR/USD എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ യൂറോ എസ് ഡിയിൽ ഡിഫറെൻറ്റ് ബ്രോക്കേഴ്സ് തരുന്ന അവർ നമുക്ക് തരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഏത് ചാർട്ടാണോ, ഏത് ബ്രോക്കർ തരുന്ന ചാർട്ടാണോ നോക്കുന്നത് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സിമ്പിളി ആ ഒരു ചാർട്ട് ഇവിടെ അവൈലബിൾ ആയി കിട്ടും. ഓക്കെ, ഇനി അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗമുള്ളത്. ഇവിടെയാണ് നമ്മൾ സിമ്പിൾസ്, നമ്മുടെ കറൻസി പെയർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ GBP/USD ആണ്, സിമ്പിളി GBP/USD എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യുന്നതൊക്കെ ഫോറക്സിലെ കാര്യങ്ങൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ പിന്നെ ഫോറക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ചാർട്ടിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ എഴുതി കാണിക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടത് ഇവിടെ കമ്പയർ ഓർ ആഡ് സിമ്പിൾ എന്നുണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ തന്നെ ഒരു ചാർട്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കണം. ഇപ്പം ICT കോൺസെപ്റ്റായ SMT, ഡൈവേർജൻസ്, ഓക്കെ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങളും കൂടി നമ്മൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത്, ഈ രണ്ട് ചാർട്ടുകൾ കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് നോക്കേണ്ട സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന സെക്ഷനാണ് കമ്പയർ ഓർ ആഡ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു നിങ്ങളൊന്നും കൂടിയൊക്കെ അഡ്വാൻസ്ഡ് ലെവൽസൊക്കെ പഠിക്കുന്ന സമയത്ത് SMT കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടൂൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെയാണ് നിങ്ങൾ ഏത് സിമ്പിളാണോ, അപ്പോൾ നമ്മൾ EUR/USD കൂടെ GBPയുടെ ഒരു ചാർട്ടും കൂടി നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളി ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏതാണോ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, ഇപ്പോൾ GBPൻ്റെ ചാർട്ടാണ് എനിക്ക് വരേണ്ടത്, സിമ്പിളി GBP/USD എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ന്യൂ പെയിൻ എന്നുള്ള ഈ ഒരു ഓപ്ഷന് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും താഴെ ഈ ഒരു ലൈനിൽ മാർക്ക് ചെയ്തേക്കുന്നത് GBP/USDയുടെ ചാർട്ടാണ്. ഈ ലൈനിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സ് ആണ് നമുക്കവിടെ വരിക. ഈ ഒരു ലൈനിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റൈലിൽ പോയിട്ട് നമുക്ക് ഈ ലൈൻ എന്നുള്ള ഇത് മാറ്റിയിട്ട് ക്യാൻഡിൽസ് ആക്കി കൊടുത്താൽ ഇവിടെ എങ്ങനെയാണോ ക്യാൻഡിൽസ് ഉള്ളത് അതേപോലെ ഇവിടെയും ആ ലൈൻ ചാർട്ടിന് പകരം ക്യാൻഡിൽസിൻ്റെ ചാർട്ട് നമുക്കിവിടെ അവൈലബിൾ ആയി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളതാണ് D. ഇവിടെ ആക്ച്വലി ടൈം ഫ്രെയിം ആണ് കാണിക്കുന്നത്, ഏത് ടൈം ഫ്രെയിമിൻ്റെ ചാർട്ടാണ് കാണിക്കുന്നത്. ഇപ്പം ഇവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ഡേയ്സിലും ഓരോ ദിവസത്തിലും മാർക്കറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ കാണിക്കുന്ന ചാർട്ടാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അതാണ് ഈ ഡെയിലി ചാർട്ട് കൊണ്ട് അല്ലെങ്കിൽ ടൈം ഫ്രെയിം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. സോ നമുക്കിവിടെ നമ്മുടെ സ്ട്രാറ്റജീസ് പ്രകാരം ICT ആവട്ടെ CRT ആവട്ടെ വട്ടവർ ആ സ്ട്രാറ്റജീസ് പ്രകാരം നമുക്ക് കുറച്ച് ടൈം ഫ്രെയിംസ് ഓൾറെഡി പലപ്പോഴായിട്ട് നമുക്ക് മാറി മാറി നോക്കേണ്ടി വരും. അപ്പോൾ ഓരോ സമയവും ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടൈം ഫ്രെയിം ഇങ്ങനെ മാറ്റി നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത്യാവശ്യം വേണ്ട ടൈം ഫ്രെയിമുകളൊക്കെ ഇവിടെ സെറ്റാക്കി വെക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യപ്പോൾ ഡേ ചാർട്ടിൻ്റെ ഇവിടെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഫേവറേറ്റ്, ആഡ് ടു ഫേവറേറ്റ്സ് എന്നുള്ള ഒരു സ്റ്റാർ ബട്ടൺ കാണാം. അത് സ്റ്റാർ ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മൾ ഈ ചാർട്ട് എടുക്കുന്ന സമയത്തൊക്കെ ഈ ഡേ എന്നുള്ള കാര്യം ഇവിടെ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് അതേപോലെ 4 അവർ വേണം, 1 അവർ വേണം, ഓക്കെ, 15 മിനിറ്റ് വേണം, ഓൾസോ 5 മിനിറ്റ് വേണം, 1 വീക്ക് വേണം, 1 മന്ത് വേണം. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം സ്റ്റാർ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം വീക്ക്ലി, മന്ത്ലി, 1 അവർ, 4 അവർ ഒക്കെ നമുക്ക് ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കമ്പയർ ചെയ്ത് നമുക്ക് അനാലിസിസ് നടത്താൻ പറ്റും. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ സ്റ്റാർ ചെയ്ത് ഫേവറേറ്റ് ആക്കി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ടൈം ഫ്രെയിം ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ചാർട്ട് ക്യാൻഡിൽ സ്റ്റിക്സ് ആണുള്ളത്. ഓക്കെ, ക്യാൻഡിൽസിൻ്റെ ചാർട്ടാണുള്ളത്. ഇനി നമുക്ക് ലൈനിൻ്റെ ചാർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സിമ്പിളി ഇവിടെ ലൈനാക്കി കൊടുത്താൽ ലൈൻസിൻ്റെ ചാർട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈൻ ചാർട്ടും ക്യാൻഡിൽ ചാർട്ടും നിങ്ങളൊന്ന് ഫേവറേറ്റ് ആക്കിയിടുക. ചില സമയത്ത് നമുക്ക് ലൈൻ ചാർട്ട് ആയിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫോറക്സ് മാർക്കറ്റിൽ തന്നെ ഡിഫറെൻറ്റ് സെഷൻസ് ഉണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് കാര്യങ്ങൾ, പല തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പം ഓരോ സെഷൻസിൻ്റെയും ടൈം ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സിമ്പിളി ഒരു ഇൻഡിക്കേറ്റർ പറയുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ കണ്ടോ ഏഷ്യൻ റേഞ്ച് ബൈ നിക്കോ എന്നുള്ളൊരു ഈ ഒരു ഇൻഡിക്കേറ്റർ കണ്ടോ.
ഇതൊരു ഇൻഡിക്കേറ്ററാണ്. ഇതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ എടുക്കുന്ന കറൻസി പെയറിൽ ഏഷ്യൻ റേഞ്ച് എവിടെയാണ് വന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഇൻഡിക്കേറ്ററാണിത്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മുടെ ചാർട്ടിലേക്ക് അപ്ലിക്കബിൾ ആവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈന് വന്നത് കാണാം. ഈ ലൈൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇവിടെ എൻഡ് ചെയ്ത ടൈം വരെയാണ് ഏഷ്യൻ റേഞ്ച് ആയിട്ട് കണക്കാക്കുന്നതെന്നാണ്. ഓക്കെ, ആ ഇൻഡിക്കേറ്റർ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാർട്ടിൽ ഈ സൈഡിലായിട്ട് അത് കാണിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് സെഷൻസിൻ്റെ ടൈം അറിയാൻ, ഇപ്പോൾ ഡിഫറെൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ആ ഒരു സെഷൻ കിട്ടുന്നത് നമുക്ക് ഇവിടെ നിന്നാണ്. ഓക്കെ, ഞാനിത് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, ഇനി അലേർട്ട്. ഇത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അലേർട്ട്. അലേർട്ട് മീൻസ് നമുക്ക് ചാർട്ടിൽ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്കൊരു മനസ്സിലായി, സപ്പോസ് ഈ ഒരു ഹൈ, ഓക്കെ, ഇവിടെ എത്തുന്ന സമയത്ത് എനിക്ക് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള വേറെ ഏതെങ്കിലും പ്രൈസിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രൈസിൽ അലേർട്ട് കിട്ടണം. അലേർട്ട് അവിടെ എത്തുമ്പോൾ ഈ ഒരു ട്രേഡിംഗ് വ്യൂന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഒന്ന് അലേർട്ട് ചെയ്യാൻ വേണ്ടി അലാറം വെക്കുന്നത് പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത് അലേർട്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂറിയോസിറ്റി സിമ്പിൾ കാണാം. കണ്ടീഷൻ ക്രോസിങ്, നമ്മളിപ്പോൾ ഏത് ലൈനാണോ വെക്കുന്നത് അത് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, ഒരു നോട്ടിഫിക്കേഷൻ അലേർട്ട് നമുക്ക് വരും. ഓക്കെ, ഇവിടെ വാല്യൂ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ ഈ കാണിക്കുന്ന വാല്യൂ ഇപ്പോൾ മാർക്കറ്റുള്ള വാല്യൂ ആണ്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുകളിലുള്ള വാല്യൂ ആണെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ച് മുകളിലായിട്ട് ഒരു അലേർട്ട് അവിടെ ഓൺ ആവും. ഇവിടെ കണ്ടോ നിങ്ങൾ, ഒരു ബ്ലാക്ക് ലൈന് വന്നത് കണ്ടോ. അപ്പോൾ വൺസ് മാർക്കറ്റ് ഓപ്പൺ ആയി ഇത് ക്രോസ് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ആപ്പിൽ നിന്നോ അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ നിന്ന് നമുക്ക് ഒരു അലേർട്ട് ലഭിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ അലേർട്ട് ഇവിടെ പോയിട്ടും സെറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രൈസ് ഇത്ര താഴെ വരുമ്പോഴാണ് നമുക്ക് ഒരു അലേർട്ട് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്കൊരു പ്ലസ് ബട്ടൺ കാണാം. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ആഡ് അലേർട്ട് അറ്റ് 15849 അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു അലേർട്ട് സെറ്റായി. ഓക്കെ, ഈ അലേർട്ടൊക്കെ ഒഴിവാക്കാൻ ജസ്റ്റ് സിമ്പിളി ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഡിലീറ്റ് കൊടുത്താൽ മതി. ഇത്തരത്തിൽ ഓരോ ഏരിയാസ് അലേർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അലേർട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മളവിടെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിലുള്ളൊരു ഓപ്ഷനാണ് റീപ്ലേ. റീപ്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്രീമിയം വെർഷനും ഉണ്ട്, അതേപോലെ ജനറൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള വെർഷനും ഉണ്ട്. നമുക്ക് ചാർട്ട് അനലൈസ് ഒക്കെ നടത്തുന്ന സമയത്ത് ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് റീപ്ലേ. നമുക്ക് മുന്നേ ഉള്ള ബാറുകളൊക്കെ റീപ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, റീപ്ലേ ക്ലിക്ക് ചെയ്ത് നമുക്ക് എവിടെ മുതലാണോ റീപ്ലേ ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് ഈ ഒരു കട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് താഴെയുള്ള ഈ ഒരു പ്ലേ ബട്ടൺ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഈ നെക്സ്റ്റ് ബട്ടൺ കൊടുത്തിട്ടോ ഒരു കംപ്ലീറ്റ് റിയൽ മാർക്കറ്റിൻ്റെ മൂവ് പോലെ തന്നെ നമുക്ക് ഈ ഒരു റീപ്ലേ നടത്തി നോക്കാൻ പറ്റും. പക്ഷേ ട്രേഡിംഗ് വ്യൂവിൻ്റെ ബേസിക് ആയിട്ടുള്ള വെർഷനാണ് അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്രീമിയം നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ടൈം ഫ്രെയിം മുതൽ മാത്രമേ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഈ റീപ്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലോവർ ടൈം ഫ്രെയിമിൽ 4 അവർ 1 അവർ 15 ഡെയിലിനേക്കാളും താഴെയുള്ള ടൈം ഫ്രെയിംസിൽ ഉള്ള ക്യാൻഡിൽസിനെ നിങ്ങൾക്ക് റീപ്ലേ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ മാത്രമേ ഈ ഒരു ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്രീമിയം എടുത്തിട്ടില്ലെങ്കിൽ റീപ്ലേ ബട്ടൺ യൂസ്ഫുൾ ആയിട്ട് വരുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് തൊട്ടടുത്ത് കാണാം അൺനെയിംഡ് സേവ് എന്നുള്ള ഓപ്ഷൻ. ഇവിടെ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓട്ടോ സേവ് ഓൺ അല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ കൺഫേം വരുത്തുക. ഓക്കെ, പിന്നെ ഇവിടെ റീനെയിം എന്ന് കൊടുക്കാം. റീനെയിം എന്ന് കൊടുത്താൽ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇതിന് ഒരു പേര് കൊടുക്കുകയാണ് ഹെക്സോറ 1. ഓക്കെ, ഇനി വേറെ ആൾ വന്നിട്ട് ഈ ഒരു ചാർട്ട് എടുത്തിട്ട് ഇതിൽ കുറേ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ വരുത്തി അയാൾ ഇതിനെ ക്രിയേറ്റ് ന്യൂ ലേഔട്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പേരിട്ട് കൊടുത്തു, ഹെക്സോറ 2 എന്നോ അല്ലെങ്കിൽ വട്ടവർ. അങ്ങനെ ഒരു പേരിട്ട് കൊടുത്താൽ പിന്നെ ഞാനാണ് വീണ്ടും ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ഈ പേര് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഡ്രോ ചെയ്ത ലൈൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അയാൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ആൾ ഇതിൽ ചെയ്ത കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമാവില്ല, എൻ്റെ ചാർട്ടിൽ അതൊന്നും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ഓരോ ലേഔട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ
പേര് കൊടുത്ത് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇവിടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. ഈ ഒരു ബട്ടണാണ് സെറ്റിങ്സ്, അല്ലെങ്കിൽ ജസ്റ്റ് സിംപ്ലി ഇവിടെ ഈ ഒരു ക്യാൻഡിൽസിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും സെറ്റിങ്സിൻ്റെ ഓപ്ഷനിലേക്ക് വരും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ ക്യാൻഡിൽസിൻ്റെ കളേഴ്സ് മാറ്റണം എന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ക്യാൻഡിലിന് വൈറ്റ് ബോഡി കൊടുക്കുകയാണ്, ബ്ലാക്ക് ബിയറിഷ് ക്യാൻഡിലിന് ബ്ലാക്ക് ബോഡി കൊടുക്കുകയാണ്. ഓക്കെ, ബോർഡേഴ്സൊക്കെ ഞാൻ വിക്കുകളൊക്കെ ബ്ലാക്കിലാണ് കൊടുക്കുന്നത്. സോ ഇപ്പോൾ എൻ്റെ ഈ ഒരു ഗ്രീൻ ആൻഡ് റെഡ് എന്നുള്ള ഫോണ്ടിൽ നിന്ന് മാറിയിട്ട് എനിക്ക് എന്തായി കിട്ടി, ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഈ ഒരു ഫോണ്ടിൽ ഈ ഒരു തീമിലേക്കിൻ്റെ ട്രേഡിംഗ് വ്യൂവിൻ്റെ സെറ്റിങ്സ് നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓക്കെ, ഇഷ്ടമുള്ള കളറുകൾ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇവിടെ പ്രിസിഷൻ, ഇവിടെ ടൈം സോൺ എന്നുള്ളിടത്ത് നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത് ആ ടൈം സോൺ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്ക് +5:30 കൊൽക്കത്ത എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ടൈം സെറ്റ് ചെയ്യാം. പിന്നെ ഈ ചാർട്ടൊക്കെ ഇന്ത്യൻ ടൈമിലുള്ള ടൈമായിരിക്കും കാണിക്കുക. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ ന്യൂയോർക്ക് ടൈം ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണ്, ഇപ്പോൾ ന്യൂയോർക്ക് ടൈമാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രിഫറബിൾ എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് UTC-5. ഓക്കെ, UTC-5 ന്യൂയോർക്ക് എന്നുള്ള ഇത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുത്താൽ പിന്നെ ഈ ചാർട്ടിൽ കാണിക്കുന്ന ടൈമുകൾ എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് ടൈം ആയിരിക്കും. ഓക്കെ, ഇനി വീണ്ടും സെറ്റിങ്സിലേക്ക് വരാം. ഈ സെറ്റിങ്സിലെ സ്റ്റാറ്റസ് ലൈനിൽ നമുക്കിവിടെ നിങ്ങൾ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി സ്കെയിൽ ആൻഡ് ലൈൻസ് എന്നുള്ളിടത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രിഫറബിൾ അനുസരിച്ച്, നിങ്ങളുടെ ഒരു വ്യൂ അനുസരിച്ച് നിങ്ങൾക്കിവിടെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്താം. ഈ ക്യാൻവാസിൽ വന്നിട്ട് നിങ്ങൾക്കിവിടെ ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ലൈൻസ് ആണ്. അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ്, ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഈ വാട്ടർ മാർക്ക് എന്നുള്ളത് റീപ്ലൈ മോഡ് എന്നുള്ളത് എന്ത് ചെയ്യാം, ചെക്ക്ഡ് ആയിരിക്കും. അത് ശരി നിൽക്കുക, അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇത് 4 ചെക്കൗട്ട് ചെയ്യുക, ഇതൊന്നും ചെക്ക് ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയും കൊടുക്കുക. പിന്നെ ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇത് സേവ് ചെയ്യണം. നിങ്ങളിവിടെ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ താഴെ ഇവിടെയുള്ള ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഡീഫോൾട്ട് എന്നുണ്ട്. അതായത് ഡീഫോൾട്ടായിട്ട് ഒരു ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് കിട്ടുമ്പോൾ എങ്ങനെയാണുള്ളത് അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്ലൈ ഡീഫോൾട്ട് കൊടുക്കുക. അപ്പോൾ അപ്ലൈ ഡീഫോൾട്ട് കൊടുക്കുമ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ കിട്ടിയ ആ ഒരു രീതിയിലുള്ള ചാർട്ട് കിട്ടി. ഓക്കെ, നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ക്യാൻവാസിൽ ഇത് വേണ്ട, ക്യാൻവാസിൽ ഈ വാട്ടർ മാർക്കൊന്നും വരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി സിമ്പിളിൻ്റെ കളറൊക്കെ മാറ്റണമെങ്കിൽ അങ്ങനെ. ഓക്കെ, ഇനി അതൊക്കെ ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യമാണ്, ഈ ഒരു ടെംപ്ലേറ്റാണ് നെക്സ്റ്റ് ടൈം ഞാൻ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടേണ്ടത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സിംപ്ലി ടെംപ്ലേറ്റിൽ പോവുക, സേവ് ആസ് കൊടുക്കുക. ഈ ടെംപ്ലേറ്റിന് ഒരു പേര് കൊടുക്കുക, വാട്ടെവർ ഗ്രീൻ റെഡ് ക്യാൻഡിൽസ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ക്യാച്ചി ആയിട്ട് തോന്നുന്നത് ആ ഒരു പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ചെയ്ത സെറ്റിങ്സൊക്കെ അവിടെ സേവ്ഡായി. ഓക്കെ, ആൻഡ് ഇവിടെ ഫുൾ സ്ക്രീൻ മോഡിലാണെങ്കിൽ ഫുൾ സ്ക്രീൻ മോഡിൽ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ, ഒരു ക്യാമറൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിൻ്റെ ഇപ്പോൾ ഉള്ള പിക്ചർ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ലൈനുകളൊക്കെ വരച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ലൈൻ വരച്ച ഈ ഒരു ഏരിയ നിങ്ങൾക്കൊന്ന് ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ പോവുക, നിങ്ങൾ ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക, അല്ലെങ്കിൽ കോപ്പി കൊടുത്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യണമെങ്കിൽ നേരെ അവിടെ പോയിട്ട് പേസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ചാർട്ടിൻ്റെ നമ്മൾ സാധാ ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് പകരം സിമ്പിളായിട്ട് ഇവിടുന്ന് ഒരു സ്ക്രീൻഷോട്ട് പോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു സൈഡിലുള്ള കുറച്ച് ടൂളുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് ബട്ടണാണ്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും കുറേ വാച്ച് ലിസ്റ്റ് എന്ന പേരിൽ കുറേ പേരുകളിലെ SPX, നാസ്ഡാക്ക്, ഓക്കെ, DXY, ആപ്പിൾ, ടെസ്ല, നെറ്റ്ഫ്ലിക്സ്, ഗോൾഡ്, സിൽവർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതിലൊന്നും എല്ലാതും ആവശ്യമുള്ള കാര്യമില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ വാച്ച് ലിസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ വാച്ച് ലിസ്റ്റും ഞാൻ ഇവിടുന്ന് ക്ലിയർ ചെയ്യുകയാണ്. ഓക്കെ, ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ
ക്ലിയർ ചെയ്യാണ്. എല്ലാ സിമ്പിൾസും ഞാനിവിടെ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തു. ഓക്കെ, ഇവിടെ വാച്ച് ലിസ്റ്റ് എന്നുള്ള ഈ ഒരു പേരുണ്ട്, എനിക്കതൊന്ന് റീനെയിം ചെയ്യണം. ഞാൻ ഫോറക്സ് പേഴ്സ് എന്ന് ഞാൻ റീനെയിം ചെയ്തു. ഓക്കെ, ഇനി എനിക്കിതിൽ ഫോറക്സ് പേഴ്സ്, ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഫോറക്സ് പെയറുകൾ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആഡ് സിമ്പിൾ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പം ഞാനിവിടെ ഫോറക്സ് എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ ഫോറക്സിൻ്റെ പേഴ്സ് മാത്രമേ ഇവിടെ വരുള്ളൂ. അപ്പോൾ യൂറോ യു എസ് ഡി ഉണ്ട്, യൂറോ എസ് ഡിയുടെ വായണ്ടൻ്റെ ചാർട്ടാണ് ഞാൻ എടുത്തത്. ഓക്കെ, അതേപോലെ GBP USD ഇതും ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് ഗോൾഡ് വേണം. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ ഓൾ എന്നുള്ളത് നോക്കിയിട്ട് ഗോൾഡിൻ്റെ സിമ്പിൾ XAU USD എന്നാണ്. അപ്പോൾ അതിൽ FXCMO അല്ലെങ്കിൽ forex.com ഏതാണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ 3 സിമ്പിൾ ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്താലുള്ള സുഖം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സിമ്പിളി ഇങ്ങനെ ഒരു ചാർട്ടിലാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് GBPയുടെ ചാർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി ക്ലിക്ക് ചെയ്താണ്ട് GBP എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കീബോർഡിൽ താഴേക്കുള്ള ആരോ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു GBPയുടെ ചാർട്ട് ഇവിടെ അവൈലബിൾ ആയി. ഓക്കെ, ഇനി അതേപോലെ ഗോൾഡിൻ്റെ ആണെങ്കിൽ ഗോൾഡിൻ്റെ ചാർട്ട് നമുക്ക് അവിടെ അവൈലബിൾ ആവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ പോയിട്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാർട്ട്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നോക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു കാര്യമാണ് നമുക്ക് ഇവിടെയുള്ള മെയിൻ ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കാണിക്കുന്നത് പ്രൈസ് ലൈനാണ്. അതായത് ഈ ഒരു ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് ലെവലാണ്, പ്രൈസ് ലൈനാണ് ഈ ഒരു സൈഡിൽ കാണിക്കുന്ന സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കാണിക്കുന്നതാണ് ടൈം, ഇപ്പോഴുള്ള ടൈമും ടൈം സോൺ, നമ്മൾ ഏത് ടൈമാണോ യൂസ് ചെയ്തതെന്നോ ആ ടൈം സോൺ അനുസരിച്ചുള്ള നിലവിലുള്ള ടൈമാണ് ഇവിടെ കാണിക്കുന്നത്. വീണ്ടും ഈ ലെഫ്റ്റ് കോർണറിലേക്ക് വന്നാൽ ഇവിടെ ഡേറ്റ്, ഒരു കലണ്ടർ ഉണ്ട്. അപ്പോൾ നമുക്കൊരു സെർട്ടൈൻ ദിവസത്തേക്ക് പോകണം. അപ്പം മിനിയാന്നത്തെ ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. മിനിയാന്നത്തെ ഡേറ്റ് 5-ാം തീയതി അല്ലേ, 5th മാർച്ചാണ്. ഞാനത് ഗോ ടു കൊടുത്താൽ 5-ാം തീയതിത്തെ ഡാറ്റ എവിടെയാണെന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. പിന്നെ താഴെ നിങ്ങൾക്കൊരു വോളിയം ബാർ കാണാം. ഓക്കെ, നമുക്ക് ആക്ച്വലി SMC ഓർ ICT ഓർ CRT നമുക്ക് ഈ ഒരു വോളിയം ബാറിൻ്റെ നിലവിലുള്ള ആവശ്യമില്ല. സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ വോളിയത്തിൻ്റെ ഇതൊരു ഇൻഡിക്കേറ്റർ ഇവിടെ ഓൺ ആയതുകൊണ്ടാണ് ഈ ഒരു വോളിയം ബാർ ഇവിടെ കാണിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കളയാം. അപ്പം ജസ്റ്റ് ഇവിടെ വോളിയം എന്നുള്ള ഇവിടെ ഈ VOL എന്നുള്ളതിൻ്റെ ഇവിടെ റിമൂവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ VOL എന്ന് കാണിക്കുന്നില്ലെങ്കിൽ ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ റിമൂവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെയുള്ള ആ ഒരു ഭാഗവും ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ ആ ഒരു രീതിയിൽ നിന്ന് ചാർട്ട് മാറിയിട്ട് നമുക്ക് ഒന്നുകൂടി ക്ലീനർ ആയിട്ടുള്ള ഒരു ചാർട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള മേജറായിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഭാഗത്തു നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ നമ്മൾ അതിന് തൊട്ട് ഏത് ടൂളാവട്ടെ അതിന് തൊട്ടൊരു ആരോ മാർക്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ടൂൾസിനെ അവിടെ കാണിക്കും. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൂളുകളുണ്ട്, അത് നമുക്കൊന്ന് സ്റ്റാർ ചെയ്ത് വെക്കാം. ഓക്കെ, സ്റ്റാർ ചെയ്ത് വെച്ചാലുള്ള ഗുണം നമുക്ക് വീണ്ടും വീണ്ടും ആ ടൂളുകൾ തപ്പിയിട്ട് ഇവിടെ പോവേണ്ട ആവശ്യമില്ല. അത് ഫേവറേറ്റ് ആയിട്ട് നമ്മുടെ ചാർട്ടിൽ തന്നെ കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഈ ക്രോസ് എന്നുള്ളത് സ്റ്റാർ ചെയ്ത് വെച്ചു, എറേസർ എന്നുള്ള ഇതും സ്റ്റാർ ചെയ്ത് വെച്ചു. ഓക്കെ, ഇത് രണ്ടും ഞാനിവിടെ സ്റ്റാർ ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴെ ഇവിടെ കാണാം, ഇവിടെ താഴെ ഈ ഒരു ഭാഗത്ത് ഈ ക്രോസും എറേസറും വന്നു. ഓക്കെ, എറേസർ എന്ന് പറഞ്ഞാൽ സിമ്പിളി നമുക്കറിയാം, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രോയിങ്സോ കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈന് കളയാൻ വേണ്ടിയിട്ട്, ഈ ഒരു പെർട്ടിക്കുലർ ലൈന് മാത്രം കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതുമേലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതെന്താവും, ആ ഒരു ലൈന് നമുക്ക് മാഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഈ ക്രോസിൻ്റെ ഉപയോഗം എന്താണ്, ഇപ്പോൾ നമ്മളിപ്പോൾ എറേസറാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഈ എറേസർ ക്ലിക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ അവിടെയുള്ള ലൈൻസുകളൊക്കെ പോകും. ഇവിടെയൊക്കെ ലൈനുകൾ ഉണ്ടെങ്കിൽ എറേസർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചാർട്ട് നീക്കുന്നതെന്നുണ്ടെങ്കിൽ, ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ലൈൻസൊക്കെ പോകും. സോ വീണ്ടും ഡീഫോൾട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ ഒരു കേഴ്സ് ഇത് വെച്ചിട്ട് നമുക്ക് ക്രോസ് വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും.
ഓക്കെ. ഈ ഒരു ടൂൾ ഇത് നമ്മൾ ഫേവറേറ്റ് ആക്കി വെക്കുന്ന ടൂൾസൊക്കെ ഇതിലിങ്ങനെ ആഡായി വരും. സോ ഒന്നുകിൽ നമുക്ക് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ വെക്കാം, അല്ലെങ്കിൽ താഴെയുള്ള ഈ ഒരു സ്പേസിൽ വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ കൺവീനിയൻ്റ് വെച്ചാൽ അവിടെ ഈ ഒരു സംഭവം പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ടൂൾ ബോക്സിൽ ഈ ക്രോസിൻ്റെ താഴെയുള്ള ഈ ഒരു ലൈൻ, ട്രെൻഡ് ലൈൻ എന്നുള്ള അവിടെയുള്ള ഈ ഒരു ടൂൾസ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് ട്രെൻഡ് ലൈൻ വേണം. ഓക്കെ, പിന്നെ നമുക്ക് ഹൊറിസോണ്ടൽ റേ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഓക്കെ, ഇനീഷ്യലി നിങ്ങൾക്ക് ഈ രണ്ട് ടൂളുകളാണ് ഇപ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ സിമ്പിളി ലൈൻസ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവിടെ വരെയുള്ള ലൈൻ ഡ്രോ ചെയ്യണം. സിമ്പിളി എന്ത് ചെയ്യുക, ഈ ഒരു ലൈന് സെലക്ട് ചെയ്യുക, എന്നിട്ട് എവിടെ മുതലാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക, എവിടെയാണോ എൻഡ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സിമ്പിളി ഒരു ലൈൻ അവിടെ ഡ്രോ ആയി കിട്ടും. ഓക്കെ, ഈ ലൈനുമേ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ പുതിയൊരു ടൂൾ ബാർ ഇവിടെ ഓപ്പൺ ആയി വരുന്നുണ്ട്. ഓക്കെ, ഇത് ലൈൻ എന്നല്ല, നമ്മൾ ഏത് ടൂൾ ഉപയോഗിച്ച് ഇവിടെ ഡ്രോയിങ്സ് വരുത്തിയാലും ഇങ്ങനൊരു ടൂൾ ബാർ ഇവിടെ അവൈലബിൾ ആവും. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ ലൈനിൻ്റെ കളർ മാറ്റാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈനിൻ്റെ കളർ മാറി. ഇപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ട് ഇതിൻ്റെ കളർ മാറി. ഇപ്പോൾ ഇതിൻ്റെ കളർ നമുക്കൊരു ബ്ലാക്ക് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് അതിന്മേൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലാക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഈ ലൈനുമേൽ മുകളിലോ താഴെയോ അല്ലെങ്കിൽ നടുവിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഓക്കെ, ആ വരുന്ന ടെക്സ്റ്റിൻ്റെ കളറാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം ഞാനത് ഇവിടെ ഈ ഒരു ഇതിൽ ബ്ലാക്ക് തന്നെ കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളർ റെഡ് ആക്കുന്നു, ഇവിടെ ഞാൻ ബ്ലാക്ക് ആക്കുന്നു. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് പറയാം. അതിനു മുമ്പ് ഇവിടെ നമുക്ക് 2px എന്നുണ്ടോ, അതായത് ഈ ലൈനിൻ്റെ വിഡ്ത്താണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ലൈന് കട്ടിയുള്ള ലൈൻ വേണോ, കട്ടി കുറഞ്ഞ ലൈൻ വേണോ, ഓക്കെ, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ലൈൻ കട്ടിയുള്ളതോ കട്ടിയില്ലാത്തതോ ഒക്കെ ആയിട്ട് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലൈന് ഏത് ടൈപ്പിലുള്ള ലൈൻ വേണം എന്നാണ്. അപ്പോൾ നമുക്ക് ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻ വേണോ, ഓക്കെ, ഇനി ഡാഷ് ആയിട്ടുള്ള ലൈൻ വേണോ, സിമ്പിളി സ്ട്രെയിറ്റ് ലൈൻ വേണോ എന്നുള്ളതൊക്കെ നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് സെറ്റിങ്സ്. ഈ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളിവിടെ ഓൾറെഡി ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഓക്കെ, ടെക്സ്റ്റ് എന്ന് കണ്ടോ. ഇവിടെ ടെക്സ്റ്റിൽ ആക്ച്വലി നമ്മളിവിടെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്, ലോ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ഈ ഒരു ലൈനിൽ വരും. ഓക്കെ, ഈ ലൈനിൽ എവിടെ വരണം എന്നുള്ളതാണ് ഈ ടെക്സ്റ്റ് അലൈൻമെൻറ്റിൻ്റെ പാർട്ടിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് ഇവിടെ ടോപ്പിൽ വരണോ, ഈ ഒരു ലൈനിൻ്റെ നടുവിൽ വരണോ, താഴെ വരണോ, റൈറ്റ് വരണോ, ഓക്കെ, ഇങ്ങനെ നമുക്ക് എവിടെയാണോ വരേണ്ടത് ആ രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത സമയത്ത് നിങ്ങളൊരു ലൈൻ വരക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരക്കുകയാണ്. വീണ്ടും ഒരു ലോ ആണ് നിങ്ങളിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ഈ സെറ്റിങ്സിൽ പോയിട്ട് ലോ ക്ലിക്ക് ചെയ്തതിനു ശേഷം മിഡിൽ സെൻറ്റർ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആദ്യം ഈ ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ടല്ലോ, ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുക, ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് വരിക. അപ്പോൾ നിങ്ങളിവിടെ ലോ കാര്യങ്ങളൊക്കെ കൊടുത്തു, ഇത് ടെംപ്ലേറ്റിൽ പോയിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സേവ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ടെംപ്ലേറ്റ് ആയിട്ട് മാറി. ഓക്കെ, അടുത്ത തവണ നിങ്ങളൊരു ലൈന് ഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ലൈന് ഡ്രോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നിങ്ങളെ ലൈനിൻ്റെ കളർ നീലയായിരുന്നു, അതിൽ വരുന്ന ടെക്സ്റ്റിൻ്റെ കളർ റെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഇതേപോലുള്ള ഒരു ലോ എന്ന് പറയുന്ന ലൈനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പോയി സെറ്റിങ്സ് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ലൈനിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ടെംപ്ലേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഓക്കെ, ലൈനിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ നിൽക്കുക, ടെംപ്ലേറ്റിൽ ഏറ്റവും താഴെ നിങ്ങൾ ഇവിടെ സേവ് ആക്കി വെച്ച ആ ഒരു ലൈനിൻ്റെ പേര് അവിടെ കാണിക്കും. അല്ലെങ്കിൽ ഈ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ലോ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ജസ്റ്റ് ലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളി ഇവിടെ എങ്ങനെയാണോ ലൈനിൻ്റെ ആ ഒരു സ്ട്രക്ചർ വന്നത് അതേ ലൈൻ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ലൈന് ഇതിൽ ഞാൻ സെറ്റിങ്സിൽ പോവുകയാണ്. ഓക്കെ, അതിനു മുമ്പായിട്ട് ഇത് ഒരു 4x കൊടുക്കുകയാണ്. ഓക്കെ,
എന്നിട്ട് ഇതിൻ്റെ ലൈൻ്റെ ഡാഷ് കൊടുക്കുകയാണ്. ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് ഞാൻ ഹൈ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഹൈ എന്ന് മാർക്ക് ചെയ്തു. ഞാൻ ടോപ്പ് റൈറ്റിൽ കൊടുത്തു. എന്നിട്ട് ഞാനിതൊരു ടെംപ്ലേറ്റ് ആക്കുകയാണ്. ഓക്കെ, സേവ് ആസ് ഹൈ എന്നുള്ള ടെംപ്ലേറ്റ് ആക്കുകയാണ്. ഞാൻ സേവ് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം ഞാൻ അടുത്തൊരു ലൈന് ഡ്രോ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതേപോലുള്ള ലൈൻ തന്നെയാണ് വന്നത്, പക്ഷെ എന്ത് വന്നിട്ടില്ല, ഹൈ എന്നുള്ള ആ ഒരു റൈറ്റിംഗ് വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ടെംപ്ലേറ്റ് എന്നുള്ള ഈ ഒരു പാർട്ടിൽ അവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ച രണ്ടും വരും. ഓക്കെ, ലോയും വരും ഹൈയും വരും. നമുക്ക് ഏതാ വേണ്ടത്, ഹൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റൈറ്റിങ്സ് ആ ഒരു മോഡലിൽ ഇവിടെ എങ്ങനെയാണോ സേവ് ചെയ്ത് ആ മോഡലിൽ നമുക്ക് കിട്ടും. ഇത് എല്ലാ ടൂളിനും അപ്ലിക്കബിൾ ആണ്, എല്ലാ ടൂളും. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന എല്ലാ ടൂൾസിനും ഇതേ സെറ്റിങ്സ് ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേ രീതിയിൽ നിങ്ങൾ ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങൾ ഓർഡർ ബ്ലോക്ക്, FEG, അതേപോലെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ഡ്രോയിങ്സ് വരച്ചിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ ഒരുമിച്ച് കളയണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് കളയണമെന്നുണ്ടെങ്കിൽ ഈ എറേസർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കളയാം. ഓക്കെ, നിങ്ങൾക്കിത് ക്ലിക്ക് ചെയ്ത് കളയാം, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കളയാം. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ഇത് ഒരുമിച്ച് മൊത്തത്തിൽ കളയണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ കൺട്രോൾ കീ ക്ലിക്ക് ചെയ്തിട്ട് ഏതൊക്കെ ഭാഗത്തെ ഇതാണോ നിങ്ങൾക്ക് കളയേണ്ടത് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഇവിടെ റിമൂവ് ബട്ടൺ കൊടുക്കുക. അല്ലെങ്കിൽ ഈ ടൂൾ ബോക്സിൽ ഏറ്റവും താഴെയുള്ള ഒരു ട്രാഷ് ബോക്സ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാർട്ടിൽ നിലവിൽ എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, എന്തൊക്കെ ഡ്രോയിങ്സ് ഉണ്ട് എന്നൊക്കെ അവിടെ എഴുതി കാണിക്കും. അപ്പോൾ 4 ഡ്രോയിങ്സ് ഉണ്ട്. ആ 4 ഡ്രോയിങ്സ് എനിക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെയുള്ള ഡ്രോയിങ്സ് ഒക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ആവും. ഓക്കെ, ലൈനിൻ്റെ കേസ് മാത്രമല്ല, ഇനി വരുന്ന എല്ലാ ടൂൾസിനും ഇത് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞു, സെക്കൻഡ് പറഞ്ഞു, ഇനി തേർഡിൽ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടത് ഫിബ് ടൂളാണ്. ഓക്കെ, ഫിബിനെ വെച്ച് റിട്രേസ്മെൻറ്റ് ടൂൾ നമുക്ക് വേണം. ഓക്കെ, പിന്നെ ഈ ഒരു ഗാൻ ബോക്സ്. ഓക്കെ, ഇത് രണ്ടും ക്ലിക്ക് ചെയ്ത് വെക്കുക. നമുക്ക് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം റീജിയൻ അറിയാൻ വേണ്ടിയിട്ടും OTE ഏരിയാസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾസ് ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ പറയുന്ന ഡിസ്കൗണ്ട് ആൻഡ് റീജിയൻസ്, ഓക്കെ, അല്ലെങ്കിൽ OTE ടൂൾസ്, ഇതൊക്കെ നമ്മൾ സെഷനുകളിൽ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയും. അപ്പോൾ ഈ ടൂൾസിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു 4th വണ്ണിൽ നമുക്ക് ഈ പാറ്റേൺസ് എന്നുള്ള ഈ ഭാഗത്ത് നമുക്ക് ഏതും ഇവിടെ സെറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഏതും ഫേവറേറ്റ് ആക്കി വെക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 5th വണ്ണിൽ നമുക്കിവിടെ ലോങ് പൊസിഷൻ ഓണാക്കി വെക്കണം, ഷോർട്ട് പൊസിഷൻ ഓണാക്കി വെക്കണം. ഓക്കെ, ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുത്തു. ഓക്കെ, ആ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് സ്റ്റോപ്പ് ലോസ് എവിടെ വരണം, ടാർഗറ്റ് എവിടെ വരണം, ഓക്കെ, അതേപോലെ എവിടെ എൻട്രി വരണം. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ ആ ഒരു ടൂളിൽ നമ്മൾ ഈ ഒരു ചാർട്ടിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, എവിടെ ടാർഗറ്റ് വെക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി അനലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് സപ്പോസ് ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ. ആൻഡ് നമുക്ക് ഇവിടെ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഒരു ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഏരിയയാണ് നമ്മുടെ ടാർഗറ്റ് ഏരിയ. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലാണ് നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻട്രി എടുക്കാൻ പോകുന്ന ഏരിയയിൽ ജസ്റ്റ് പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ബൈ ആണെങ്കിൽ ലോങ് ടൂൾ യൂസ് ചെയ്യുക, സെല്ലാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൂൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ഏരിയ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും എത്ര പിപ്പ് ഈ ഒരു സ്റ്റോപ്പ് ലോസിലേക്ക് ഉണ്ട്. 133 പിപ്പ് ഉണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക്. ഓക്കെ, ഇനി ടാർഗറ്റ് വെക്കേണ്ട ഏരിയയിലേക്ക് ഇത് എന്ത് ചെയ്താൽ മതി, പ്രൊജക്റ്റ് ചെയ്ത് വെക്കുക. ടാർഗറ്റ് എത്ര ഏരിയ ഉണ്ട്, ടാർഗറ്റ് എത്തിയോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതേ ഓപ്ഷൻ തന്നെയാണ് നമ്മളൊരു ഷോർട്ട് ടൂൾ ഉപയോഗിച്ചാലും നമ്മൾ ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇനി ഈ 2 ടൂൾസ് അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് ഈ ടൂൾസിൻ്റെ തന്നെ നിങ്ങൾക്ക് ഒരു ടൂള്
ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തു. അതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൂളിൻ്റെ സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോപ്പ് കളർ കാര്യങ്ങളൊക്കെ മാറ്റാം. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ കളറുകൾ മാറ്റാം. ഓക്കെ, ടാർഗറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ വേറെ വെക്കാം. ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കത് വെക്കാൻ പറ്റും. ഓക്കെ, ഒക്കെ നിങ്ങൾ എന്ത് കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടെംപ്ലേറ്റിൽ പോയിട്ട് സേവ് ചെയ്ത് വെക്കുക. എന്നാൽ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് അതേപോലെ ആ ടെംപ്ലേറ്റ് എടുത്താണ്ട് യൂസ് ചെയ്താൽ മതി. വീണ്ടും നിങ്ങൾക്കത് എടുത്ത് വീണ്ടും കളറൊക്കെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലുള്ള ഓപ്ഷനാണ് ഈ ഒരു 1 2 3 4 5 6th വണ്ണിൽ നമുക്കിതിൽ വേണ്ട ഹൈലൈറ്റർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ആരോ വേണമെങ്കിൽ അതും ചെയ്ത് വെക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് റെക്റ്റാങ്കിൾ ആൻഡ് പാത്ത് ടൂൾ. ഓക്കെ, ഇതിൽ നമ്മൾ പറയാത്തൊരു ടൂളാണ് ഹൊറിസോണ്ടൽ റേ. ഹൊറിസോണ്ടൽ റേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഹൊറിസോണ്ടൽ റേ ഒരു ഏരിയയിൽ വെച്ചു. ഓക്കെ, ആ ഏരിയ മുതൽ അങ്ങോട്ടേക്ക് ഈ ഒരു ലൈന് വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാ ഒരു ലൈനാണെങ്കിൽ 2 ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്യണം, 2 ഏരിയാസ് നമ്മൾ ക്ലിക്ക് ചെയ്യണം, അപ്പോൾ മാത്രമേ ആ ലൈന് ഫോം ആവുള്ളൂ. പക്ഷേ ഈ ഹൊറിസോണ്ടൽ റേ ആകുമ്പം നമുക്ക് ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ കണ്ടെത്തി, അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്താണ്ട് ഒരു ഏരിയ കണ്ടെത്തി, ആ ഏരിയൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തതോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈന് വീണ്ടും വീണ്ടും ഇങ്ങനെ, ഇപ്പോൾ ലൈനാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇവിടെയാണ് ഏരിയ കണ്ടെത്തിയത്, ഈ ലൈനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ എൻഡായി. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ആയി ഇവിടെയൊക്കെ മാർക്കറ്റ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ അതിന് പകരം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് ഒരു ലൈന് വരക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിളി ഈ ഒരു ടൂള് ഉപയോഗിക്കാം. നമുക്ക് എവിടെ മുതലാണോ ലൈന് വരക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ആ ലൈന് നമുക്ക് ഈ ഒരു ചാർട്ടിലുടനീളം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിലും ഈ ഒരു ലൈനിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അലേർട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ലൈനിൽ ക്ലിക്ക് ചെയ്യുക, ഇതിലൂടെ അലേർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, ഈ ഒരു അലാറം ചിഹ്നം, ഇത് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, വെന്നെവർ നമ്മൾ ഈ ഒരു പ്രൈസ് ഈ ഒരു ലൈന് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അലാറംസ്, നമുക്ക് അലേർട്ട്സ് ട്രേഡിംഗ് വ്യൂ തന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി വേറൊരു കാര്യം, നിങ്ങൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് നിങ്ങളിപ്പോൾ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രെച്ചർ അല്ലെങ്കിൽ നിങ്ങളൊരു ലോവർ ലോ, ഓക്കെ, ഇതൊക്കെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, നിങ്ങൾ ഈ ലോ സെലക്ട് ചെയ്യുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ 2 ലൈൻസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ 2 ലൈൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ലൈൻസ് തന്നെയാണ്, രണ്ടും ലോവർ ലോ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ലൈന് പക്ക സ്ട്രെയിറ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ലൈനാണ്. പക്ഷേ ഈ ലൈനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ചെറിയൊരു വളവും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പക്ക സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യം ടൂൾ സെലക്ട് ചെയ്യുക, നമുക്ക് എവിടെ മുതലാണോ വരക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ബട്ടൺ ഞെക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ലൈൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള പക്ക ക്ലീൻ ആയിട്ടുള്ള നീറ്റായിട്ടുള്ള ഒരു ലൈൻ അവിടെ വരക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ലൈൻ ഇപ്പോൾ വന്നേക്കുന്നത്, ഇപ്പം മുകളിലത്തെ ലൈന് കറക്റ്റ് ഈ ഒരു ടിപ്പ്, ഈ ഒരു വിക്കിൻ്റെ ഏറ്റവും ലോ പാർട്ടിൽ നിന്നാണ് വന്നേക്കുന്നത്. പക്ഷേ താഴെ വരച്ച ഈ ലൈന് ആക്ച്വലി കുറച്ച് മുകളിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ഈ ഒരു ടിപ്പ് ഏരിയയിലേക്ക്, ഈ ഒരു ടിപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ കീബോർഡിൽ കൺട്രോൾ കീ നെക്കി പിടിക്കുക, എന്നിട്ട് ഇതൊന്ന് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഇത് എക്സാക്റ്റ് ആ ഒരു ഏരിയയിലേക്ക് വരും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പണിങ് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൂൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യും. പക്ഷേ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എക്സാക്റ്റ് ആ ഒരു ഓപ്പൺ ഏരിയ ആയിരിക്കില്ല മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൺട്രോൾ കീ നിൽക്കുക, എന്നിട്ടൊന്ന് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കറക്റ്റ് ഒന്നുകിൽ ഈ ഒരു ടിപ്പിലേക്കോ അല്ലെങ്കിൽ കറക്റ്റ് ക്യാൻഡലിൻ്റെ ക്ലോസ് ഓപ്പൺ ഈ ഏരിയയിലേക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യപ്പെടുക. ഓക്കെ, ആക്ച്വലി ഇവിടെ ഈ ഒരു മാഗ്നറ്റ് ഓപ്പൺ ആക്കാനുള്ള ഷോർട്ട് കീ ആണ് കൺട്രോൾ കീ. ഓക്കെ, കൺട്രോൾ കീ നിൽക്കുക, കറക്റ്റ് ആ ഒരു ക്ലോസിലേക്കോ അല്ലെങ്കിൽ ഓപ്പണിലേക്കോ ഈ ഒരു ലൈന് വരും.
ഓക്കെ. എന്നിട്ട് ആ ലൈന് കറക്റ്റ് ഒരു ലൈനായിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് ബട്ടൺ നെക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ഡ്രാഗ് ചെയ്ത് എവിടെയാണോ എൻഡ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. ഓക്കെ, ഇത് ഷോർട്ട് കട്ട്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് റെക്റ്റാങ്കിൾ ടൂൾ. ഇപ്പോൾ നമുക്കൊരു ഏരിയാസ് മാർക്ക് ചെയ്യണം, നമുക്കിപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു FEG അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്യണം. അതൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഒരു ടൂളാണ് റെക്റ്റാങ്കിൾ ടൂൾ. ഓക്കെ, ആക്ച്വലി എന്തുകൊണ്ട് ഇത് ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന ഓരോ സോണുകളാണ്. അപ്പോൾ സോൺ എന്ന് പറഞ്ഞാൽ രണ്ട് ലൈൻസിൻ്റെ, രണ്ട് പ്രൈസ് ലെവലിൻ്റെ ഇടയിലുള്ള ഏരിയ ആണ് സോണായിട്ട് വരിക. അപ്പോൾ ആ ഏരിയാസ് മൊത്തമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ റെക്റ്റാങ്കിൾ ടൂളിലും നമ്മൾ ലൈനിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളേഴ്സ്, ബോർഡറിൻ്റെ കളർ മാറ്റി അതിനകത്തെ കളർ, ഇപ്പോൾ കളറൊന്നും വേണ്ടെന്നാണെങ്കിൽ സിമ്പിളി ഇവിടെ 0 ആക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതിനകത്ത് വരുന്ന ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണമെങ്കിൽ മാറ്റാം. ഓക്കെ, ഇപ്പോൾ ബോർഡർ തിക്ക് ബോർഡർ അല്ല, നാരോ ബോർഡർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ലൈനിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നമുക്കിതിൽ മാറ്റങ്ങൾ വരുത്താം. ടെക്സ്റ്റ് കൊടുക്കുന്ന കേസാണെങ്കിലും ഒക്കെ ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യുന്ന കാര്യമൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, സിംപ്ലി ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുക, എവിടെ മുതലാണോ വരക്കേണ്ടത്, എവിടെ മുതലാണോ എൻഡ് ചെയ്യേണ്ടത് അവിടെ വരക്കുക, ഡ്രാഗ് ചെയ്യുക. ഓക്കെ, സിംപ്ലി ഈ ഒരു ടൂൾ എടുക്കുന്നു, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വരക്കുകയും ഇങ്ങനെ ഏത് രീതിയിലും നമുക്കിതിവിടെ ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു ടൂളാണ് പാത്ത് ടൂൾ. പാത്ത് ടൂൾ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഈ ഒരു മൂവ്മെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു ഹൈ, ഈ ഒരു ലോ, ഈ ഒരു ഹൈ, ഈ ഒരു ലോ, ഈ ഒരു ഹൈ, ഈ ഒരു ലോ, ഹൈ, ഇങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഡൗൺ ട്രെൻഡിൻ്റെ ഹൈയും ലോയും ഒക്കെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ടൂളാണെന്ത്, ഈ ഒരു പാത്ത് ടൂൾ. ഇതിലും ഈ പറഞ്ഞ പോലെ മാഗ്നറ്റ് അപ്ലിക്കബിൾ ആണ്. മാഗ്നറ്റ് ആണെങ്കിൽ കറക്റ്റ് നമുക്ക് ആ കൺട്രോൾ കീ നെക്കി പിടിച്ചിട്ടാണ് നമ്മൾ ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഏരിയയിലേക്ക്, ആ ഒരു ലോ എൻഡിലേക്ക് മാർക്കറ്റിൻ്റെ ഈ ഒരു പാത്ത് ടൂൾ വന്ന് കിടക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കിങ്സ് ഒക്കെ വരുത്താൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഇതിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാം, മോഡൽ ചേഞ്ച് ചെയ്യാം, ഇതൊക്കെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ടൂൾസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടെക്സ്റ്റ് ടൂൾ. ഓക്കെ, ടെക്സ്റ്റ് ടൂൾ നിങ്ങളിവിടെ ഒരു ഹൈ ആണ് ഇവിടെ നിങ്ങൾക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്, ഒരു ലോവർ ഹൈ. ഓക്കെ, അപ്പോൾ ലോവർ ഹൈ എങ്കിൽ ലോവർ ഹൈ, അല്ലെങ്കിൽ ഇതൊരു സിമ്പിളി ഹൈ ആണെന്നുണ്ടെങ്കിൽ ഹൈ. ഓക്കെ, എന്ത് ചെയ്താൽ മതി, ഈ ടെക്സ്റ്റ് ടൂൾ എടുക്കുക, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈസ് മാറ്റണമെങ്കിൽ സൈസ് മാറ്റാം. ഓക്കെ, ഇനി ആ സൈസിൽ തന്നെ ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആണെങ്കിൽ അങ്ങനെ ആക്കാം. ഇതിൻ്റെ കളർ വേണമെങ്കിലും നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു ടെക്സ്റ്റിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, ബോർഡർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ചെയ്യാം. ഇനി ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിലും അങ്ങനെയും ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് ടെക്സ്റ്റ് ടൂൾ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഹൈലൈറ്ററിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഹൈ കണ്ടെത്തി, അപ്പോൾ നിങ്ങളൊരു കൺട്രോൾ കീ നെക്കിയിട്ട് ഹൈ ലോ ഹൈ ലോ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഏരിയയിൽ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഹൈ ലോയും വന്ന ഏരിയ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ചാർട്ട് ഒന്നുകൂടി ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ നീറ്റായിട്ട് ഹൈ ലോസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഹൈലൈറ്റർ ടൂൾ അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഹൈലൈറ്റർ ടൂൾ കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ നമുക്കിവിടെ യൂസ്ഫുള്ളാണ്. ഓക്കെ, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ഹൈലൈറ്റർ ടൂൾ. ഓക്കെ, ഈ ടെക്സ്റ്റ് ടൂളിനകത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വേറൊരു ടൂളാണ് മെഷർ ടൂൾ. മെഷർ ടൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ എത്ര മൂവ്മെൻ്റ് ഉണ്ടായി, എത്ര പെർസെൻറ്റേജ് മൂവ് ചെയ്തു, എത്ര പിപ്പ് മൂവ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷർ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചാർട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് സൂം ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഈ സൂം ടൂൾ ഉപയോഗിച്ചിട്ട് എന്താ ചെയ്താൽ മതി, സൂം ഇൻ ചെയ്താൽ മതി. ഓക്കെ, പ്ലസ് ബട്ടൺ നോക്കി കൊടുത്താൽ എവിടെയാണ് സൂം ചെയ്യേണ്ടത് അവിടെ ക്ലിയർ ആയിട്ട് അത് സൂം ഇൻ സൂം ഔട്ടൊക്കെ ആയിട്ട് വരും. ഓക്കെ, ഇനി ഈ ടൂൾസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ചാർട്ടിൽ സം ടൈം ഈ ഒരു ഫേവറേറ്റ് ആക്കി വെച്ചു, പക്ഷേ ഈ ഫേവറേറ്റ് ആക്കി വെച്ച ടൂൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഈ സ്റ്റാർ ഓൺ അല്ലേ നോക്കുക. ഓക്കെ, സ്റ്റാർ ഓഫായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണില്ല, ആ ഒരു ടൂൾ അവിടെ കാണത്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഈ ചാർട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പ്രൈസ് ലൈനിൽ മൗസ് കൊണ്ടുപോയി വെച്ചാൽ ഇത് കണ്ടോ, ഒരു ഡ്രാഗ് ചെയ്യാൻ പറ്റിയ ആരോ ആയി. അപ്പോൾ ഇത് മുകളിലേക്കും താഴേക്കും ഡ്രാഗ് ചെയ്യണതിനനുസരിച്ച് നിങ്ങളുടെ ചാർട്ടിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ താഴെയുള്ളത് ഓരോ ഡേറ്റാണ്, ഇന്നത്തെ ദിവസം ഓരോ ഡേറ്റിനെയാണ് താഴെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റിൻ്റെ അവിടെയും നിങ്ങൾ മൗസ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യണതനുസരിച്ച് നമ്മുടെ ചാർട്ടിൻ്റെ രൂപവും, നമുക്ക് ചാർട്ട് വേണമെങ്കിൽ കുറേ ചെറിയ രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ, അതിൽ കുറേ മുമ്പത്തെ ഡാറ്റാസ് ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി നമുക്ക് സപ്പോസ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ, ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ഇവിടേക്ക് നമുക്ക് സൂം ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംപ്ലി ഇവിടെ ഈ പ്ലസ് ബട്ടൺ നോക്കിയിട്ട് ഇവിടെ സൂം ഇൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഡ്രാഗ് ചെയ്താണ്ട് സൂം ഇൻ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഏരിയ സെൻറ്റർ ആക്കുന്നു, ഈ ഒരു ഏരിയയാണ് എനിക്ക് സൂം ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് ചാർട്ടിൻ്റെ സെൻറ്ററിലേക്കാക്കി, എന്നിട്ട് ഞാൻ ഇവിടെ ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്തു, ഇവിടെ റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്തു, വീണ്ടും സെൻറ്ററാക്കി, ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്തു, വീണ്ടും സെൻറ്ററാക്കി, വീണ്ടും ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്തു, റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്തു, ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്തു, അപ്പിലേക്ക് ഡ്രാഗ് ചെയ്തു. ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്താണ്ട് ഇവിടെയും ഇവിടെയും പിടിച്ച് ഡ്രാഗ് ചെയ്താണ്ട് ഈ ഒരു ചാർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂം ഇൻ സൂം ഔട്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ കുറേ മുമ്പത്തെ ഡാറ്റാസൊക്കെ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും. മൗസിൻ്റെ സ്ക്രോൾ ചെയ്യണ ബട്ടൺ ഉപയോഗിച്ചിട്ടും സ്ക്രോൾ അപ്പ് മുകളിലേക്കും താഴേക്കും സ്ക്രോൾ ചെയ്താലും നമുക്ക് സിംപ്ലി ഇങ്ങനെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇവിടെയാണുള്ളത്. ഓക്കെ, ഇത് കുറേ മുന്നത്തെ ഒരു ഡാറ്റയാണ്, 2025 ജൂലൈ മാസത്തെ ഡാറ്റയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിലവിലെ ചാർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കുറേ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ ഇവിടെ ഈ ഒരു ബട്ടൺ നിൽക്കുക, സ്ക്രോൾ ടു ദ മോസ്റ്റ് റീസെൻറ്റ് ബാർ, അത് ഇവിടെ കാണിക്കില്ല, ജസ്റ്റ് ഇവിടെ മൗസ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടം പാർട്ടിലേക്ക് മൗസ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് എത്തും. ഓക്കെ, ഇനി അതല്ല, ഇനി നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ഇത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് താഴെ ഈ ഒരു സെൻറ്റർ പാർട്ടിൽ, ബോട്ടം സെൻറ്റർ പാർട്ടിൽ ഇവിടെ കണ്ടോ റീസെറ്റ് ചാർട്ട് വ്യൂ. ഓക്കെ, Alt+R എന്നാണ് അതിൻ്റെ ഷോർട്ട് കീ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ചാർട്ട് നിലവിലുള്ള ഏരിയയിലേക്ക് ഒരു റീസെറ്റായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസുകളാണ് നമ്മൾ മേജറായിട്ട് ഈ ഒരു ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ബേസിക്കലി നിങ്ങൾക്ക് ചാർട്ട് അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ വേറെയും ഒരുപാട് ടൂൾസുകൾ, ഒരുപാട് പ്രൈസ് ലേബൽ മാർക്ക് ചെയ്യാനുള്ള ടൂൾസ്, ഓക്കെ, ഇങ്ങനെ കുറേ ടൂൾസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വേറെയും കുറേ ടൂൾസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ എല്ലാ ടൂൾസും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല, പക്ഷേ എസെൻഷ്യലായിട്ട് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ടൂൾസാണ് ഇത്. ഓക്കെ, ഇത് നിങ്ങൾ സ്റ്റാർ ചെയ്ത് ഫേവറേറ്റ് ആക്കി വെക്കുക. ഇതിൻ്റെ ഓരോ ടൂൾസിലും ഓരോ സെറ്റിങ്സും നിങ്ങൾ എടുത്ത് ചേഞ്ച് ചെയ്ത് നോക്കുക. ഓരോ ടൂൾസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അപ്പോൾ താങ്ക് യു എവരി വൺ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.